ഡോക്ടർ ജി വി ഹരി, ഇന്ന് രാവിലെ തന്നെ കോടതി വടിയെടുത്തിരുന്നു. ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ പ്രോസിക്യൂഷൻ കടുത്ത വിമർശനത്തിനിരയായി. റിപ്പോർട്ട് നൽകാതെ അന്വേഷണ സംഘം, നിലവിലുള്ള റിപ്പോർട്ട് ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളുടേത്, ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയ റിപ്പോർട്ട് എവിടെയെന്ന് കോടതി ചോദിക്കുന്നു. ഒരു കോടതി അങ്ങനെ ചോദിക്കില്ല സാധാരണ. ഒരു റിപ്പോർട്ട് ലഭിച്ചാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും. പക്ഷേ എങ്കിലും ഇവിടെ ജഡ്ജ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയ റിപ്പോർട്ട് എവിടെയെന്ന് ചോദിക്കുന്നു. മാത്രമല്ല, വാർത്ത ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കോടതിക്ക് വേണ്ടത് വസ്തുതാപരമായ റിപ്പോർട്ടാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് നൽകാത്തതിലും ജഡ്ജി കടുത്ത വിമർശനമുന്നയിച്ചു. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ DGPയുടെ യോഗത്തിന് തിരുവനന്തപുരത്ത് പോയി എന്നാണ് PP പബ്ലിക് പ്രോസിക്യൂട്ടർ മറുപടി കൊടുത്തത്. എന്നിട്ടോ റിപ്പോർട്ട് ഹാജരാക്കാൻ, പുതിയ റിപ്പോർട്ട് ഹാജരാക്കാൻ സമയം നൽകി. ഉച്ചതിരിഞ്ഞ് വീണ്ടും ഗൺമാന്മാരുടെ ജാമ്യാപേക്ഷയിൽ വാദം ആരംഭിച്ചപ്പോൾ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ഭാവിയിൽ വരും ദിവസങ്ങളിൽ ചേർത്തേക്കാം എന്ന് ഒരു വാക്ക് പോലും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല എന്ന് ജഡ്ജി പരാമർശിക്കുന്നു. അപ്പോൾ ഈ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ജാമ്യം നൽകരുതെന്ന് എങ്ങനെ പറയാൻ സാധിക്കും എന്നും കോടതി ചോദിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനോട് കോടതി സ്പെസിഫിക് ആയിട്ടാണ് ചോദിച്ചത്. കോടതിക്കൊരു വിദൂര സാധ്യത പോലും തരാത്ത റിപ്പോർട്ടാണ് ഈ പെറ്റീഷൻ ജാമ്യം ലഭിക്കുന്നതാണ്. ഇങ്ങനെയാണോ അന്വേഷണം നടത്തേണ്ടത്? ഇങ്ങനെയാണോ ഒരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് എന്നാണ് കോടതി ചോദിച്ചത്. നോക്കൂ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ അനാസ്ഥയല്ലേ ഇതിലുണ്ടായിരിക്കുന്നത്? ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാലും അതിൻ്റെ കേസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കടന്നാലും ഒക്കെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കുന്നത് പോലെ ലൂപ്പ് ഹോൾ ഇല്ലാതെ കാര്യങ്ങൾ കൊണ്ടുപോകണം എങ്കിൽ കൂടുതൽ സമയം നമുക്ക് ഈ കാര്യത്തിൽ ആവശ്യമാണ്. എൻ്റെ കാര്യം കൂടി ഞാൻ പറയാം. ഒന്ന്, ഇത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കേസ് ഡയറി തിരുത്തിയതടക്കമുള്ള DGPമാരുടെ അടക്കം ഇൻവോൾവ്മെൻ്റ് ഉള്ളൊരു കേസാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ രക്ഷാപ്രവർത്തനം എന്നവർ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് പോലീസുകാർ അവരുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അവരുടെ ജോലി ചെയ്തു എന്ന തരത്തിലുള്ളൊരു വെർഷനാണ് ഈ പഴയ കേസ് ഡയറിയുമായി ബന്ധപ്പെട്ടൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കാര്യമായി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് SIT രൂപീകരിച്ചിട്ടുള്ളത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ ഒരു ടീം പ്രത്യേകമായിട്ട് പുതിയ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ കോടതിയിൽ ഇതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം. പക്ഷേ അത് എങ്ങും എത്തിയിട്ടില്ല. പക്ഷേ ഈ സർക്കാർ വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ രണ്ട് കാര്യത്തിലും, ഒന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം പൂർത്തിയാക്കാനായിട്ട് സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകമായിട്ടൊരു SIT രൂപീകരിച്ചിട്ടുണ്ട്. ആ SIT അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അത് രണ്ട് തലത്തിലാണ് ഇത് ഉള്ളത്. ഒന്ന്, നമുക്കറിയാവുന്ന ഡിപ്പാർട്ട്മെൻ്റൽ ഇൻവെസ്റ്റിഗേഷൻ. ആ ഡിപ്പാർട്ട്മെൻ്റൽ ഇൻവെസ്റ്റിഗേഷനാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ചിട്ട് അവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തി അവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അടുത്തത് MLA ആയിട്ടുള്ള ഇതിൽ ആക്രമണം നേരിട്ടിട്ടുള്ള AD തോമസ് കോടതിയിൽ നൽകിയിട്ടുള്ള കേസാണ്. അപ്പോൾ കോടതിയിൽ നൽകിയിട്ടുള്ള കേസ് സ്വാഭാവികമായിട്ടും കോടതിയുടെ പ്രിവ്യൂവിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥന് ഇന്നവിടെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി കോടതിയിൽ ഹാജരാകാൻ സാധിച്ചിട്ടില്ല. അത് തീർച്ചയായിട്ടും അതെന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ചും താങ്കൾ തന്നെ പറഞ്ഞു. അവിടെ തിരുവനന്തപുരത്ത് ഇന്ന് പ്രത്യേക യോഗം ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ വിളിച്ചു കൂട്ടിയിട്ടുള്ള യോഗം ഉണ്ടായിരുന്നു. വിജിലൻസിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി വിളിച്ചു ചേർത്തത് അദ്ദേഹത്തെ കണ്ടിരുന്നു. വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗമാണ്, വിജിലൻസ് ഉദ്യോഗസ്ഥനല്ല. അതെ, അതാണ് അറിയാം, ഞാൻ പറഞ്ഞു പറട്ടെ. അപ്പോൾ അദ്ദേഹത്തെ കണ്ടിരുന്നു. ആ യോഗത്തിലല്ല, DGP വിളിച്ചിരുന്ന യോഗത്തിലാണ് അദ്ദേഹം പങ്കെടുത്തത്. അപ്പോൾ നമ്മൾ ഇതിനകത്തിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിയമപരമായിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയുള്ള കേസെടുക്കാനായിട്ട് ഉള്ള ഇതുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ മുമ്പിൽ.
അപ്പോൾ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് നമുക്കൊരു നിയമ ഉപദേശം കിട്ടണം. അല്ല, വധശ്രമം അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, വകുപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ പോലും അത് നിൽക്കില്ല. കോടതിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇവർ കൊടുക്കാൻ പോകുന്ന മൊഴി അല്ലെങ്കിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിന്റെ ഭാഗമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്? ഏതെങ്കിലും ഒരു കോടതിയിൽ ജഡ്ജി ഇങ്ങനെ ചോദിക്കുമോ? അല്ല, അന്വേഷണ ഉദ്യോഗസ്ഥനോട് നിങ്ങൾ എന്തുകൊണ്ട് ജാമ്യമില്ലാ വകുപ്പ് ചേർക്കുന്നില്ല? രാവിലെ ചോദിച്ചു, ഉച്ചയ്ക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ചേർക്കണമെങ്കിൽ അല്ല, ഞാൻ പറഞ്ഞു, ഞാനത് ആഗ്രഹിക്കുന്ന ആളാണ്. അവരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അകത്തിടണം. ഒരു 10 ദിവസമെങ്കിലും ഈ പോലീസുകാർ അകത്ത് കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിൽക്കുന്ന ആളുമാണ്. അപ്പം ഞാൻ പറയുന്നത് ഇത് നമ്മളിത് കൊടുത്താൽ മാത്രം അകത്ത് കിടക്കണമെന്ന് നിർബന്ധമില്ല. കാരണം അവർക്ക് മുകളിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ കോടതി മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത്. അതെ, അത് അപ്പോൾ അതിന് മുകളിലേക്കുള്ള കോടതികളും ഉണ്ടല്ലോ. അല്ല, പക്ഷേ ഈ തുടക്കത്തിൽ തന്നെ പിഴച്ചില്ലേ? അല്ല, അത് അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, ലൂപ്പ് ഹോളില്ലാതെ എവിടെ പോയാലും അവർക്ക് ഇത് പൊളിച്ച് വെളിയിൽ വരാൻ കഴിയാത്ത തരത്തിലുള്ള വകുപ്പുകൾ ചേർത്താൻ അല്ലെങ്കിൽ തെളിവുകൾ ചേർത്ത് സഹിതമല്ലേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ താങ്കൾ പറയുന്ന പോലെ ഇപ്പോൾ എടുപിടി എന്ന് പറഞ്ഞത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ മേൽക്കോടതിയിലേക്ക് അവർക്ക് പോകാൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം, ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ കോടതി ശിക്ഷിച്ചു എന്നതുകൊണ്ട് അവർക്ക് ജാമ്യം കിട്ടാതെ ജാമ്യാപേക്ഷ തള്ളുന്നു, സ്വാഭാവികമായും അവർക്ക് ഹൈക്കോടതിയിൽ പോകാം. അതാണ് ഞാൻ പറഞ്ഞത്, ഹൈക്കോടതിയിൽ പോകാം. അപ്പൊ അത് പോകുമ്പോൾ പോകാം. അവിടെ ചെന്നാൽ ഇത് നിൽക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ, തെളിവുകൾ വേണ്ടേ ഇതിനകത്ത്? വകുപ്പുകൾ ചേർത്താൽ മാത്രം പോരെ? അത് അന്വേഷണം ഉണ്ടാവും. ഇനിയും ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് നമുക്കറിയാം, സ്വാഭാവികമായിട്ട് MLA ആണ് നമ്മുടെ നേരത്തെ ഈ പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഈ ആക്രമണത്തിന് വിധേയനായിട്ടുള്ള AD തോമസ് ഇപ്പോൾ MLA ആണ്. അദ്ദേഹത്തിന് അറിയാം മുന്നോട്ട് പോകാമല്ലോ. ഇനിയും ഇതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇതിനകത്ത് സാധ്യത ഇല്ലാതെയൊന്നുമില്ല. അല്ല, AD തോമസിനും അജയ് ജുവൽ തോമസിനും അല്ലെ, അജയ് ജുവൽ അല്ല, തോമസ് അല്ല, കുര്യാക്കോസിനും ഈ കേസിൽ കക്ഷി ചേരാമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് മുന്നോട്ട് പോകാൻ ഇനിയും ആണെങ്കിലും അവസരമുണ്ട്. അത്തരത്തിലുള്ള അവസരങ്ങൾ ഇനിയുമുണ്ട്. പോലീസിന് ഈ വകുപ്പ് പഴുതടച്ചുള്ള വകുപ്പുകൾ അല്ലെങ്കിൽ പഴുതടച്ചുള്ള രീതിയിൽ തന്നെ ഈ കാര്യങ്ങൾ കോടതിയിൽ സമർപ്പിച്ചാൽ ആ കോടതിയിൽ നിന്ന് അവർക്ക് ജാമ്യം കിട്ടിയാൽ പോലും മുകളിലത്തെ കോടതിയിൽ പോയാൽ അത് കിട്ടാത്ത സാഹചര്യം ഉണ്ടാക്കണം, വേണ്ടേ? അതുണ്ടാകണം. അപ്പോൾ അതുണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നിലയിൽ ഇതിനെ കണ്ടാൽ മതി. പക്ഷേ ഡോക്ടർ ഹരി, നോക്കൂ, മന്ത്രിസഭാ യോഗത്തിലെ ആദ്യ സുപ്രധാന തീരുമാനം അല്ലേ? അതെ, അതായിരുന്നല്ലോ ഇത്. അതെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചതും നിയമിച്ചതും അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അവരെ സസ്പെൻഡ് ചെയ്തല്ലോ. അതെ, അത് ഇന്നാണ് സസ്പെൻഡ് ചെയ്തല്ലോ. അപ്പോൾ അത്രയും സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കുറെ കൂടി ഗൗരവത്തോടെ ഈ കേസിനെ സമീപിക്കേണ്ടതായിരുന്നില്ലേ? അല്ല, ഞാനത് ഇപ്പം ഞാൻ പറയാം, മെയ് 20 ഇവർ മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിക്കുന്നത്. മെയ് 18 ആദ്യ മന്ത്രിസഭാ യോഗം ചേരുന്നത് അല്ലേ? 8 ദിവസം കിട്ടി. 2 പേജ് റിപ്പോർട്ട് കൊടുക്കുന്നതിൽ എന്താ കുഴപ്പം? ഇന്ന് ജഡ്ജി എന്താ ചോദിച്ചത്? എന്തുകൊണ്ട് ജാമ്യമില്ലാ വകുപ്പ് ചേർക്കുന്നില്ല? ആർക്കും, ഏതൊരു കൊച്ചുകുട്ടിക്കും ഇതിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഇതിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഒന്നും ആവശ്യമില്ല. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇവരെ ക്രൂരമായി മർദ്ദിക്കുന്ന, അടിച്ച് ഒതുക്കുന്ന ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആരൊക്കെയാണ് പ്രതിയാവേണ്ടതെന്ന് കൃത്യമായിട്ട് നമുക്ക് ബോധ്യമാവുമല്ലോ അല്ലേ? അതായത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ, പിന്നെ ഒരു സന്ദീപുണ്ട്, അതുൾപ്പെടെ 3 പേര്, എനിക്കൊന്നും അവരെ AR ക്യാമ്പെന്നോ മറ്റുള്ളതാണ്. ആ 3 പേരെ കൂടി പ്രതി ചേർത്തു. എല്ലാം ശരി തന്നെ. പക്ഷേ ഇവർ ഗുരുതരമായിട്ടുള്ള കൃത്യമാണ് ചെയ്തത്, അല്ലെങ്കിൽ ഇവർക്ക് ജാമ്യം കൊടുക്കരുത്, ഇവരെ കസ്റ്റോഡിയൽ ഇൻറ്ററോഗേറ്റ് ചെയ്യണം, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം എന്നൊക്കെ ധരിപ്പിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ്, അതുപോലെ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. ഇത് രണ്ടും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണല്ലോ കോടതി വാളെടുത്തത്. അല്ല, അതാണ് അതിനകത്തുള്ളൊരു പ്രശ്നം. ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞാനൊരു വക്കീലല്ലെങ്കിലും ഞാൻ കുറച്ചു കാലം ഈ നിയമം പഠിച്ച ഒരാളെന്ന നിലയിൽ താങ്കൾ പറയുന്നത് പോലെ ഇപ്പോൾ ഇവർക്ക് ജാമ്യമില്ലാത്ത വകുപ്പിൽ അല്ലെങ്കിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തണമെങ്കിൽ, അടിസ്ഥാനപരമായി ശിക്ഷിക്കപ്പെടണമെങ്കിൽ 2 കാര്യങ്ങൾ ഉണ്ടാകണം എന്നാണ് പറയുന്നത്. ഒന്ന്, ആക്ടസ് റിയ നമ്മൾ കണ്ടു, ആക്ടസ് റിയ നമ്മൾ കണ്ടു, ആക്ഷൻ നമ്മൾ കണ്ടു. രണ്ടാമത് മെൻസ് റിയ എന്നൊരു സാധനമാണ്. മെൻസ് റിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് തല്ലുന്നത് എന്ന് തെളിയിക്കാനായിട്ട് പോലീസിനും സാധിക്കണം, കോടതിയിൽ നമുക്ക് സാധിക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങളിൽ ഈ ആക്ടസ്രിയ ഉണ്ട് എങ്കിലും മെൻസ്രിയ ഉണ്ടോ എന്ന് തെളിയിക്കാൻ തരത്തിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. ഞാനൊരു ഇത് പറയുകയാണ്, അതിൻ്റെ ഒരു തലം പറയുകയാണ്. താങ്കളത് നിർബന്ധമായും വധശ്രമത്തിന് കേസെടുത്ത് അവരെ അകത്താക്കണം അല്ലെങ്കിൽ അവരെ ജയിലിലടയ്ക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനതിൻ്റെ നിയമപരമായിട്ടുള്ളൊരു വശം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ പഴുതടച്ചുള്ള ഒരു സംവിധാനം
ഈ കേസിൽ ഉണ്ടാക്കണം എന്നുള്ളൊരു താല്പര്യം SITക്ക് ഉണ്ടാകും. അത്തരത്തിൽ ഒരു കാര്യം ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇന്ന് അങ്ങനെ ഒരു കാര്യം ഒരു കോടതിയിൽ സമർപ്പിക്കാത്തത് അല്ലെങ്കിൽ ഹാജരാകാത്തൊരു സാഹചര്യമുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ള ഈ 2 പേർക്കും തീർച്ചയായിട്ടും കോടതിയെ ഇനിയും സമീപിക്കാം. ഈ കാര്യത്തിനകത്ത് മുന്നോട്ട് കൊണ്ടുപോകും. സർക്കാരിൻ്റെ എല്ലാവിധമായ സപ്പോർട്ടും അവർക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സർക്കാരിന് ആദ്യം ചെയ്യാനായിട്ടുണ്ടായിരുന്ന കാര്യം സർക്കാർ ചെയ്തു കഴിഞ്ഞു. അവർക്ക് വകുപ്പ് തലത്തിലുള്ള നടപടി എടുത്തിട്ടുണ്ട്, അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇവർക്കെതിരെ കൂടുതൽ കാര്യങ്ങൾ, തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഇത് മനഃപൂർവ്വമായി തന്നെ ചെയ്തൊരു കാര്യമാണ് എന്ന് തെളിയിക്കണമല്ലോ. നമ്മളിത് കണ്ടുകൊണ്ട് മാത്രം കാര്യമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ വെറുതെ നമ്മൾ കൊണ്ടുപോയി കാണിച്ചാൽ തന്നെ കോടതി നമുക്ക് അനുകൂലമായിട്ടുള്ള വിധി കിട്ടേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ശക്തമായി തന്നെ ഇത് നമുക്ക് അവരെ നമുക്ക് ഈ പ്രതികളെ, ഈ 5 പേരെയും ഈ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ കൂടുതൽ ശക്തമായ തെളിവുകൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് വെയിറ്റ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.